മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മധുരാഗ് ബിൽഡിംഗ്, കണ്ണൂർ റോഡ്, ചകരകൽ. മട്ടന്നൂർ നഗരത്തിൽ നിർമ്മിച്ച ക്ലോക്ക് ടവറിന്റെയും ഓപ്പൺ ഓഡിറ്റോറിയത്തിന്റെയും ഉദ്ഘാടനം ജനുവരി 28-ന് വൈകിട്ട് 5 മണിക്ക് KK ശൈലജ MLA നിർവഹിക്കും. സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായാണ് നഗരത്തിൽ പദ്ധതികൾ നടപ്പിലാക്കിയത്. കണ്ണൂർ വിമാനത്താവള നഗരമായ മട്ടന്നൂരിനെ ആധുനികവൽക്കരിക്കുന്നതിന്റെ ഭാഗമായാണ് നഗരത്തിന്റെ മുഖം മാറ്റുന്ന വിധത്തിൽ ക്ലോക്ക് ടവറും ഓപ്പൺ ഓഡിറ്റോറിയവും നിർമ്മിച്ചത്. KK ശൈലജ MLAയുടെ വികസന ഫണ്ടിൽ നിന്ന് 15 ലക്ഷം രൂപ ചെലവഴിച്ചാണ് മട്ടന്നൂർ ഇരിട്ടി റോഡ് ജംഗ്ഷനിൽ ക്ലോക്ക് ടവർ സ്ഥാപിച്ചത്. ക്ലോക്ക് ടവറിനൊപ്പം ദിശാസൂചക ബോർഡുകളും വഴിവിളക്കുകളും സ്ഥാപിക്കുന്നുണ്ട്. ഇരിട്ടി, തലശ്ശേരി, കണ്ണൂർ ഭാഗങ്ങളിൽ നിന്നും വരുന്ന വാഹനങ്ങൾ തിരിഞ്ഞുപോകുന്ന ജംഗ്ഷനിലാണ് ക്ലോക്ക് ടവർ സ്ഥാപിച്ചത്. സാമ്രാജ്യത്വ വിരുദ്ധ സമര സ്മാരകം എന്ന നിലയിലാണ് മട്ടന്നൂർ ബസ് സ്റ്റാൻഡിൽ ഓപ്പൺ ഓഡിറ്റോറിയം നിർമ്മിച്ചത്. ബസ് സ്റ്റാൻഡിൽ ടാക്സി വാഹനങ്ങൾ നിർത്തിയിടുന്ന സ്ഥലത്തായാണ് സ്റ്റേജ് നിർമ്മിച്ചത്. 20 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പൊതുപരിപാടികൾ നടത്താനായി ഓപ്പൺ ഓഡിറ്റോറിയം നിർമ്മിച്ചത്. സ്റ്റേജ് നിർമ്മാണത്തിന്റെ പ്രവൃത്തികൾ നേരത്തെ പൂർത്തീകരിച്ചിരുന്നു. സമരചിത്രങ്ങൾ ഉൾപ്പെടുത്തിയാണ് സ്റ്റേജ് നിർമ്മിച്ചിരിക്കുന്നത്. 1940 സെപ്റ്റംബർ 15-ന് നടന്ന മട്ടന്നൂർ സമരത്തിന്റെ ഓർമ്മയ്ക്കായാണ് സ്റ്റേജ് നിർമ്മിച്ചത്. അന്ന് പോലീസും നാട്ടുകാരും മറ്റും നടന്ന ഏറ്റുമുട്ടലിൽ ഒരു പോലീസുകാരൻ മരിച്ചിരുന്നു. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ മട്ടന്നൂരിൽ നടന്ന സമരത്തിന്റെ ഓർമ്മയ്ക്കായാണ് സ്റ്റേജ് നിർമ്മിക്കാൻ നഗരസഭ തീരുമാനിച്ചത്. സമരത്തിന്റെ ഓർമ്മ ജനങ്ങളിൽ എത്തിക്കുന്നതിനും പുതുതലമുറകൾക്ക് ചരിത്രബോധം സൃഷ്ടിക്കുന്ന ഒന്നായി സ്റ്റേജ് മാറുമെന്നും നഗരസഭാ ചെയർമാൻ N. ഷാജിദ് പറഞ്ഞു. അങ്ങനെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ ഏറ്റവും ശക്തമായ സമരം നടന്ന മട്ടന്നൂരിൽ ആ സമരത്തിൻ്റെ ഓർമ്മക്കായി ഏതെങ്കിലും തരത്തിലുള്ള സ്മാരകം ഉണ്ടാക്കണമെന്നുള്ള മട്ടന്നൂർ നഗരസഭാ ഭരണസമിതിയുടെ തീരുമാനത്തിൻ്റെ ഭാഗമായാണ് മട്ടന്നൂരിൽ ഒരു ഓപ്പൺ ഓഡിറ്റോറിയം നിർമ്മിക്കാൻ ഞങ്ങൾ ആലോചിച്ചത്. ബഹുമാനപ്പെട്ട MLA ശ്രീമതി ശൈലജ ടീച്ചറുടെ പ്രത്യേക വികസന നിധിയിൽ നിന്ന് ഫണ്ട് അനുവദിച്ചതോടുകൂടിയാണ് ഈ ലക്ഷ്യം പൂർത്തിയാക്കാൻ നമുക്ക് സാധിച്ചിട്ടുള്ളത്. നാട്ടുകാർക്ക് എല്ലാവർക്കും പരിപാടികൾ അവതരിപ്പിക്കാനുള്ള ഒരു സ്റ്റേജ്, ഇരിക്കാനുള്ള സൗകര്യങ്ങൾ ഉൾപ്പെടെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു സമരത്തിൻ്റെ ഓർമ്മ ജനങ്ങളിലേക്ക് എത്തിക്കാനും പുതുതലമുറക്ക് ചരിത്രബോധം സൃഷ്ടിക്കാനും ഒക്കെ ഉപകരിക്കുന്ന ഒന്നായി ഈ ഓപ്പൺ ഓഡിറ്റോറിയം മാറും. ജനുവരി 28-ന് വൈകുന്നേരം 5 മണിക്ക് ബഹുമാനപ്പെട്ട MLA ആണ് ഈ ഓപ്പൺ ഓഡിറ്റോറിയം നാടിന് സമർപ്പിക്കുന്നത്. അതോടൊപ്പം ക്ലോക്ക് ടവർ ഒരു നഗരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളപ്പെടുത്തലുകളിൽ ഒന്നായിട്ട് പണ്ടുകാലം മുതൽ തന്നെ നമ്മൾ മനസ്സിലാക്കിയതാണ് ഇത്തരം ടവറുകൾ. അത് മട്ടന്നൂരിലെ ജംഗ്ഷനിൽ ഇരിട്ടി റോഡ്, തലശ്ശേരി റോഡ്, കണ്ണൂർ റോഡ് സംഗമിക്കുന്ന ജംഗ്ഷനിൽ ആ ക്ലോക്ക് ടവറിൻ്റെ പണിയും പൂർത്തീകരിക്കുകയാണ്. അതിൻ്റെ ഉദ്ഘാടനവും നാളെ വൈകുന്നേരം നടക്കും. ന്യൂസ് ബ്യൂറോ, മട്ടന്നൂർ. കരുതലിന്റെ സ്നേഹസ്പർശം AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കണ്ണൂർ.